കൊടിയത്തൂരിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കടിച്ച തെരുവുനായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ കരിക്കാട് ഭാഗത്താണ് തെരുവുനായ വളർത്തുമൃഗങ്ങളെ കടിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കരിക്കാട് ഭാഗത്ത് നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച തെരുവുനായ്ക്കാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും ഗ്രാമപഞ്ചായത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട പട്ടിയെ നമ്മൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ അവർ പറഞ്ഞ പ്രകാരം അവർ പോസ്റ്റ്മോർട്ടം നടത്തി അതിന് റാബീസ് ആണെന്ന് സ്ഥിരീകരിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചായത്ത് അധികാരം എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നാളെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അധികാരം ആലോചിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. ഇപ്പോൾ കർഷകരോടും മറ്റും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കുര്യക്കാട്ട് ജോസിന്റെ തൊഴുത്തിൽ പശുക്കിടാവിനെ ആക്രമിക്കുമ്പോഴാണ് തെരുവുനായെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇതിനെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ ആശങ്കയിലായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോമിന്റെ നേതൃത്വത്തിൽ വയനാട് പൂക്കോട് വെറ്ററിനറി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ടെസ്റ്റിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മളെ കൊടിയത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കരിക്കാട് എന്ന പ്രദേശത്ത് ജോസ് കുര്യക്കാട്ട് എന്ന വീട്ടിൽ അവരെ ആലയെ വന്ന് പശുവിനെ ഉപദ്രവിക്കുകയും അപ്രകാരം എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പരിസരത്തുള്ള നായ്ക്കുട്ടികളിൽ ഇതാക്രമണം കാട്ടിയ പ്രകാരം ഞാൻ വെറ്റിനറി ഡോക്ടറെ വിളിച്ചറിയിച്ച പ്രകാരവും ഞങ്ങൾ ഒരു നിരീക്ഷണത്തിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരം പട്ടി മരണപ്പെട്ടതായി കണ്ടത്. അന്നേരം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വയനാട് ആശുപത്രി കൊണ്ടുപോവുകയും അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടറെ വിളിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഈ വാർഡിലുള്ള ആളുകൾക്കൊരു ജാഗ്രത പാലിക്കാൻ വേണ്ടി ഞങ്ങളൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ മറ്റ് നിരവധി മൃഗങ്ങളെയും തെരുവുനായി ആക്രമിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.